ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശരവണനും അമ്മാവനും ഹരിയും സംസാരിച്ച് നിൽക്കുമ്പോൾ വീണ കുറച്ച് ഫുഡ് അവിടേക്ക് ഓർഡർ ചെയ്തിരിക്കുകയാണ്. ആ ഫുഡ് അവിടേക്ക് വരികയും ചെയ്തു. കുറച്ചധികമുണ്ട്. ശരവണനോട് ഒരു ഹെൽപ്പ് ചോദിച്ചിരിക്കുന്നു. ഒന്ന് അകത്തേക്ക് കയറ്റി വെക്കാനായി പറയുന്നു. ജ്യോതിയോടും ഒന്ന് സഹായിക്കാനായി പറയുന്നു. അങ്ങനെ ഇപ്പോൾ എല്ലാവരും അത് അകത്തേക്ക് വെക്കുന്നുണ്ട്. വീണ പറയുന്നുണ്ട് അവരോട്, നടന്നുപോയ കല്യാണം ഇനി തിരുത്താനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് ഏതായാലും ഇന്നത്തെ ഭക്ഷണം എൻ്റെ വകയാകട്ടെ എന്ന് കരുതി. അങ്ങനെ വീണയും അത് അകത്തേക്ക് കൊണ്ടുവയ്ക്കുന്നു. ഒന്നും മനസ്സിലാകാതെ ഇരിക്കുകയാണ് അമ്മാവനും ഹരിയും. ഇതുപോലെ തന്നെ നിത്യയും ഒരു ഭാഗത്ത് ടെൻഷനോടെ നിൽക്കുന്നു. ഇപ്പോൾ ഇലയിലേക്ക് എല്ലാവർക്കും അത് വിളമ്പി വെച്ചിരിക്കുകയാണ്. വീണയും ശരവണനും ജ്യോതിയും കൂടി. ഹരിയും അമ്മാവനും അവിടേക്ക് വന്ന് നോക്കുന്നുണ്ട്. ഇതെന്താ സദ്യ, നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണോ? എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാം എന്ന് വീണ പറയുന്നു. ഹരിയേട്ടൻ പേടിക്കണ്ട, ഇതിൽ വിഷമൊന്നും കലർത്തിയിട്ടില്ല. വേണമെങ്കിൽ ഞാൻ തന്നെ കഴിച്ച് കാണിക്കാം. ആദ്യം ഒരുപാട് പൊരുതിയിട്ട് തോൽക്കുന്നതിനേക്കാൾ നല്ലത് ആദ്യമേ തോൽവി അംഗീകരിക്കുന്നതല്ലേ. എല്ലാം നന്നായി നടക്കട്ടെ, ഒരു സദ്യയും കഴിച്ച് നമുക്ക് പിരിയാം. ആ സമയം കല്യാണിയും ആദ്യം അവിടേക്ക് വന്നു. അവർ രണ്ടുപേരും ചെയറിലിരിക്കുന്നുണ്ട്. അമ്മയെ വിളിച്ചിട്ട് വരാൻ പറയുന്നു. നിത്യയെ വിളിക്കാനായി പോയത് വീണയാണ്. നിത്യ ടെറസിന്റെ മുകളിൽ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് വീണ അവിടെ എത്തിയിരിക്കുന്നത്. ഇതെന്താ നിത്യ, എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ താൻ മാത്രം മാറി നിൽക്കുന്നത്? ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിട്ടാണോ? ഒരു സന്തോഷമുണ്ടാകുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കുന്നത് നല്ല ഭാഷയിലായിരിക്കണമെന്നില്ലല്ലോ. അത് വീട്ടുകളാ, താൻ വാ എന്ന് പറയുമ്പോൾ താൻ പൊയ്ക്കോളൂ, എനിക്ക് വേണ്ടാഞ്ഞിട്ടാണ് എന്ന് നിത്യ പറയുന്നു. ശരി, എന്നാൽ താൻ അവിടം വരെ ഒന്ന് വന്നിരിക്കേ, താൻ വാടോ എന്നൊക്കെ പറഞ്ഞ് വീണ നിർബന്ധിച്ച് നിത്യയെ അവിടേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ നിത്യയും അവിടേക്ക് വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എത്തിയിട്ടുണ്ട് എന്ന് വീണ അവരോട് പറയുന്നു. അല്ല, നിങ്ങൾ ഇതുവരെ ഇരുന്നില്ലേ എന്ന് അവരോട് ചോദിക്കുന്നുണ്ട്. അച്ഛാ ഇരിക്കേ, ഹരിയേട്ട ഇങ്ങോട്ട് ഇരിക്കേ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും അവിടെ നിർബന്ധിച്ച് ഇരുത്തുകയാണ് വീണ. ആ സമയം അവിടേക്ക് ഇപ്പോൾ ജീവനും വന്നിരിക്കുന്നു. ജീവൻ തിരിച്ചു വന്നത് നല്ല സമയത്താണല്ലോ, എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയായിരുന്നു എന്ന് വീണ പറയുമ്പോൾ ജീവൻ നോക്കിയിട്ട് പറയുന്നു, ആഹാ സദ്യയാണല്ലോ എന്ന്. ടെൻഷനോടെ നിത്യ ഹരിയെ നോക്കുന്നു. കുറേ നാളായി സദ്യ കഴിച്ചിട്ട് എന്ന് ജീവൻ പറയുമ്പോൾ വീണ പറയുന്നുണ്ട്, ഇന്നൊരു നല്ല ദിവസമല്ലേ, സദ്യയല്ലേ ബെസ്റ്റ്. എങ്കിൽ ഈ സന്തോഷത്തിൽ ഞാനും കൂടി പങ്കുചേരുന്നതിൽ വിരോധമുണ്ടോ ഹരിസാറെ? ഞാനും കൂടി ഇരുന്നോട്ടെ എന്ന് ജീവൻ. അതെന്ത് ചോദ്യമോ ജീവ, സന്തോഷം എല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ, ജീവൻ അവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ് വീണ ജീവനെയും അവിടെ നിർബന്ധിച്ചിരുത്തുന്നുണ്ട്. ഒന്ന് മണത്ത് നോക്കിയിട്ട് ജീവൻ പറയുന്നു, ആഹാ മണം വന്നിട്ട് തന്നെ കൊതിയാവുന്നു. എന്തായാലും അവർ നോക്കിയിരിക്കുന്നത്, കഴിക്കേ എന്ന് ജീവൻ അവരോട് പറയുന്നു. എന്നാൽ നിത്യ വല്ലാത്ത ടെൻഷനിലായതുകൊണ്ട് തന്നെ കഴിക്കാതെ ഇരിക്കുകയാണ്. സുജാതയും അവിടേക്ക് വന്നു. അമ്മയെ നോക്കണ്ടെന്നേ, എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പുറത്തോ വേറൊരാൾ ഈ സാഹചര്യത്തിൽ വന്നു കയറിയാൽ അത് അവർക്കൊരു അത്ഭുതമായിട്ട് തോന്നും. ഞാൻ വീണയും ഉള്ളപ്പോൾ ഇവരിവിടെ ഒന്നിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ സത്യങ്ങൾ. അവർ ഭാര്യ ഭർത്താക്കന്മാരാ, അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. വീണ പറയുന്നു, ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചത്. ആകപ്പാടെ കയ്യിലുള്ളത് ചെറിയൊരു ജീവിതമല്ലേ, അതെന്തിനാ വെറുതെ തല്ലിക്കെടുത്തുന്നത്? എന്നാ പിന്നെ കഴിക്കാം. അമ്മ കഴിക്കുന്നില്ലേ എന്ന് ജീവൻ. എനിക്ക് വേണ്ടെന്ന് സുജാത. എന്നാ പിന്നെ കഴിക്കുന്ന ജീവൻ വീണ്ടും അവരോട് പറയുന്നു. കഴിക്കുന്നതിന് മുമ്പ് വീണ പറയുന്നു, അയ്യോ ഒരു മിനിറ്റ്, വേറൊന്നും തോന്നരുത്. ഞാൻ ഈ സദ്യ ഓർഡർ ചെയ്തതിൻ്റെ പിന്നിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ചില ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ വേറെ രീതിയിൽ ചിന്തിക്കില്ലല്ലോ. നിത്യയുടെയും ഹരിയുടെയും ജീവിതം എൻ്റെ മനസ്സിലെന്നും പതിഞ്ഞു നിൽക്കണം. അതിനുവേണ്ടി രണ്ടുപേരും പരസ്പരം ഓരോ ഉരുള അങ്ങോട്ടും ഇങ്ങോട്ടുമായി വാരിക്കൊടുക്കണം. ടെൻഷനോടെ നിത്യ നോക്കുന്നുണ്ട് ഹരിയെ. താങ്ക് യു വീണ എന്ന് പറഞ്ഞ് വീണയ്ക്ക് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണ് ജീവൻ. ജീവൻ എഴുന്നേറ്റ് വന്ന് രണ്ടുപേരുടെയും ഇടയിൽ നിന്നിട്ട് പറയുന്നുണ്ട്, അതൊരു ചിത്രമായി എൻ്റെ മനസ്സിലും കിടക്കും. പിന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാനും ബുദ്ധിമുട്ടിക്കാതിരിക്കാനും അത് എന്നെ സഹായിക്കും. നിത്യ ഒരു ഉരുള എടുത്ത് ഹരിയേട്ടന് കൊടുക്ക് എന്ന് വീണ്ടും വീണ പറയുന്നു. നിത്യയാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനോടെ ഇരിക്കുന്നുണ്ട്. ജീവൻ നിത്യയെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹം ഞങ്ങൾ എല്ലാവരും ഒന്ന് കാണട്ടെ എന്നൊക്കെ വീണയും പറയുന്നുണ്ട്. സുജാത കണ്ണ് കാണിക്കുന്നുണ്ട് നിത്യയെ കൊടുക്കാനായിട്ട്. അങ്ങനെ ഭയത്തോടെയാണെങ്കിലും നിത്യ അതിൽ നിന്നും ഒരു ഉരുള ചോറെടുത്തു. അത് ഹരിയുടെ നേരെ ഇങ്ങനെ വെച്ച് നീട്ടുന്നുണ്ട്. നിത്യയുടെ കൈ വിറയ്ക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ നിത്യ അവിടെ ബോധം കെട്ട് വീഴുകയാണ്. എല്ലാവരും ടെൻഷനോടെ ഇരിക്കുന്നു. വീണയും ജ്യോതിയും കൂടി നിത്യയെ കൊണ്ടുപോകുന്നു. ഹരി എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ ഹരിയുടെ തോളിൽ പിടിച്ച് അവിടെ ഇരുത്തുകയാണ് ജീവൻ. നമുക്കൊന്ന് സംസാരിക്കണമല്ലോ എന്ന് ജീവൻ ഹരിയോട് പറയുന്നു. ഇപ്പോൾ നിത്യയെ കാണിക്കുന്നുണ്ട്. നിത്യയ്ക്ക് ഇപ്പോഴും നന്നായിട്ടിരിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോഴും നന്നായിട്ട് തല കറങ്ങുന്നുണ്ട്. തൊട്ടരികിലുണ്ട് വീണയും. നിത്യയെ തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വീണ ചോദിക്കുന്നു. ഇല്ല എന്ന് നിത്യയും പറയുന്നു. എൻ്റെ കഷ്ടമായിപ്പോയി. എല്ലാം അവസാനിപ്പിച്ച് എൻ്റെ സന്തോഷത്തോടെ ഞാൻ സദ്യ ഓർഡർ ചെയ്തത്. ഇനിയിപ്പോൾ എല്ലാവരും കുറ്റം പറയുന്നത് എന്നെയായിരിക്കും.
നിത്യ പറയുന്നു, വീണയുടെ കുഴപ്പമല്ല, എൻ്റെ കുഴപ്പമാണ്. എന്ത് കുഴപ്പം? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ? ശരിക്കും നിങ്ങൾ കല്യാണം കഴിച്ചതല്ലേ? ഇതേ സമയം ഹരിയുടെ അടുത്തേക്ക് വന്നിട്ട് ജീവനും ഹരിയോട് സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്നു. ജീവന്റെ മനസ്സിൽ നിത്യ ഹരിക്ക് ഇങ്ങനെ ഭക്ഷണം വാരി കൊടുക്കാൻ തുടങ്ങുന്ന ആ ഒരു കാഴ്ചയാണ്. ദേഷ്യത്തോടെ അത് ഓർക്കുകയാണ് ജീവൻ. എന്നിട്ട് ഹരിയുടെ മുന്നിലേക്ക് ഒരു ചെയർ ഇട്ടിട്ട് അതിലിരുന്നിട്ട് ജീവൻ പറയുന്നുണ്ട്, ഹരി സാറേ, വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായി എന്നല്ലേ പറഞ്ഞത്? നിങ്ങൾക്കിടയിൽ ഇനി ഫോർമാലിറ്റീസിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെന്താ ഹരി സാറിന് ചോറ് വാരി തന്നപ്പോൾ നിത്യ ഇങ്ങനെ? 2-3 ദിവസമായിട്ട് വ്രതത്തിലാ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്ന് ഹരി പറയുന്നു. നിത്യ പറയുന്നു, വ്രതമാണോ കാരണം? നിത്യയും ഇതുപോലെ വ്രതം ആണെന്ന് വീണയോട് പറഞ്ഞിരുന്നു. വീണ ചോദിക്കുന്നു, വ്രതമാണോ കാര്യം, അതോ ജീവനെ കണ്ടതിന്റെ ഷോക്കിലാണോ? ഹരിയെ നിത്യ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതേ സമയം ഈ ചോദ്യങ്ങൾ തന്നെയാണ് ജീവനും ഹരിയോട് ചോദിച്ചത്. ഹരി ജീവന് മറുപടി കൊടുക്കുന്നു, ഉണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആകെ സ്നേഹിച്ചൊരു പെണ്ണ് നിത്യ മാത്രമാണ്. സാറും നിത്യയും തമ്മിലുള്ള ജീവിതം സന്തോഷമാണോ എന്ന് ജീവൻ ചോദിക്കുമ്പോൾ ഇതേ ചോദ്യം തന്നെയായിരുന്നു വീണയും ആവർത്തിക്കുന്നത്. നിത്യ വീണയോട് പറയുന്നു, ഞങ്ങൾ സന്തോഷത്തിലാണ്, അതറിഞ്ഞാൽ മതിയെന്ന് വീണയും മറുപടി പറയുന്നു. ഇതുപോലെ തന്നെ ജീവൻ ഹരിയോട് പറയുന്നുണ്ട്, ഒരു പക്ഷേ ഇന്ന് വരെ ഒരു ഭർത്താവും ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഇന്ന് ഈ ആനിവേഴ്സറി ദിവസം ഞാനെല്ലാം തിരിച്ചറിഞ്ഞ ദിവസം നിങ്ങളുടെ മുറി ഞാൻ അലങ്കരിക്കും. ഇത് തന്നെയായിരുന്നു വീണയും നിത്യയോട് പറഞ്ഞിരുന്നത്. വേണ്ട എന്ന് നിത്യ പറയുമ്പോൾ വീണ പറയുന്നു, വേണം, നിങ്ങളുടെ മുറി അലങ്കരിച്ച് നിങ്ങൾ അതിലേക്ക് ഒരുമിച്ചൊരു ജീവിതം തുടങ്ങുമ്പോൾ ഞാനും ജീവനും ഇവിടുന്ന് യാത്രയാകും. പഴയ ബന്ധങ്ങളൊക്കെ അറുത്ത് മുറിച്ചെറിയണം. ഇതുപോലെ തന്നെ ജീവൻ ഹരിയോട് പറയുന്നുണ്ട്, ഞാൻ മുറി അലങ്കരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഹരി സാറ് ഒന്ന് അസ്വസ്ഥനായോ? ഇല്ലെന്ന് ഹരി. ഇല്ല എങ്കിൽ താങ്ക് യു എന്ന് ജീവനും. താങ്ക് യു നിത്യ. ഇനി നിത്യ കൂടുതലൊന്നും ആലോചിച്ച് ടെൻഷൻ ആകണ്ടെന്ന് പറഞ്ഞ് വീണയും നിത്യയുടെ അരികിൽ നിന്ന് പോകുന്നു. വീണ പോയതിനു ശേഷം നിത്യ വീണ്ടും ടെൻഷനിലാണ്. ജീവനും ഹരിയുടെ അരികിൽ നിന്ന് പോകുന്നു. എന്നാൽ ജീവൻ വല്ലാത്തൊരു ദേഷ്യത്തോടെ തന്നെയാണ് പോകുന്നത്. ടെൻഷനോടെ ഹരിയുടെ അരികിലേക്ക് അമ്മാവൻ വന്നു. എന്താ അവൻ പറഞ്ഞതേന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ പരീക്ഷണങ്ങൾ ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് കടക്കുകയാണ്. അവൻ ഞങ്ങളുടെ ബെഡ്റൂം അലങ്കരിക്കാൻ പോകുന്നു. നീ എന്തിനാ അത് സമ്മതിക്കാൻ പോയതെന്ന് അമ്മാവൻ ചോദിക്കുന്നു. ഇവിടെ ഇപ്പോൾ എൻ്റെ സമ്മതമാർക്കാ വേണ്ടത്? ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഹരി പറയുന്നു. ഇവരുടെ സംസാരം ജീവൻ കേൾക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.